ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സേവികാ സംഘ ദിനമായി ആചരിക്കുന്ന 2024 സെപ്റ്റംബർ 8 ഞായറാഴ്ച ധ്യാനിക്കുന്ന വിഷയം സ്ത്രീകൾ സുവിശേഷത്തിൻ്റെ സാക്ഷികൾ എന്നുള്ളതാണ്. ഈ വിഷയത്തിന് ആധാരമായി സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് ഒരുപറ്റം സ്ത്രീകളുടെ പേരുകളാണ്. മഗ്ദലന മറിയ, ഹെരോദാവിൻ്റെ കാര്യസ്ഥനായ കൂസയുടെ ഭാര്യ യോഹന്ന, ശൂശന്ന, ഇവരെ കൂടാതെ യേശുവിനെ തങ്ങളുടെ വിഭവങ്ങൾ കൊണ്ട്, ധനം കൊണ്ട് ശുശ്രൂഷിച്ച നിരവധി സ്ത്രീകളും സൗഖ്യം ലഭിച്ച സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കോസ് പരാമർശിക്കുന്നു. യേശുവിൻ്റെ വിസ്താരവേളയിലും ക്രൂശീകരണ വേളയിലും യേശുവിനോട് കൂടെ നിന്ന സ്ത്രീകളുടെ പേരുകൾ വിശുദ്ധ മർക്കോസും 15-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പുരുഷ ശിഷ്യന്മാരെ പോലെ വലിയ ഒരു സ്ത്രീ നിരയും യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും ഈ പേരുകൾ പരാമർശിക്കുന്നതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ കാലത്ത് സ്ത്രീകൾ ഒരു പരിഗണനാ വിഷയമേ ആയിരുന്നില്ല. വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുകൾ വളരെ കുറവാണ്. 1770ഓളം പുരുഷ കഥാപാത്രങ്ങളുടെ പേരുകൾ വേദപുസ്തകം പരാമർശിക്കുമ്പോൾ 176 സ്ത്രീകളുടെ പേരുകൾ മാത്രമേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ ജീവിതം, അവരുടെ സാക്ഷ്യം, അവരുടെ സംഭാവനകൾ ഒന്നും വിലയുള്ളതായി കാണാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ഒരു സാമൂഹിക ചരിത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് യേശുവിനോടൊപ്പം സഞ്ചരിച്ച സ്ത്രീകളുടെ പേരുകൾ തൻ്റെ സുവിശേഷത്തിൽ കുറിച്ചിടുന്നത്. സുവിശേഷ രചയിതാക്കൾ വിമൻ ഫ്രണ്ട്ലി ആയ ഇത്തരത്തിൽ ഒരു സ്ത്രീ സൗഹൃദപരമായ നിലപാട് സ്വീകരിക്കാൻ കാരണം യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ പുരുഷന്മാർക്ക് തുല്യമായി തന്നെ സ്ത്രീകളെയും ചേർത്ത് നിർത്തിയതുകൊണ്ടാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് പുലർത്തുന്ന ഈ ഒരു വിമൻ ഫ്രണ്ട്ലി മൈൻഡ് സെറ്റ്, ആ ഒരു സ്ത്രീ സൗഹൃദ നിലപാട്, അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. പുരുഷ ശിഷ്യന്മാരുടെ പേരും അവരുടെ പ്രവർത്തനവും സുവിശേഷ താളുകളിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ക്രൂശീകരണത്തിൻ്റെ സഹന വഴികളിൽ ചേർന്ന് നിൽക്കാൻ അവർ മടിച്ചു എന്ന് നാം കാണുന്നു. അത്തരം സഹന വഴികളിൽ യേശുവിന് സാന്ത്വനം പകരുന്നത് സ്ത്രീകളാണ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ 3 പേർ, പത്രോസും യാക്കോബും യോഹന്നാനും, യേശുവിനോട് ഏറ്റവും അടുത്ത് നിന്നവരാണ്. യേശുവിൻ്റെ ഒരു ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ ക്രൂശീകരണം എന്ന കഠിന പരീക്ഷാവേളയിൽ യേശുവിനോട് ചേർന്ന് നിൽപ്പാൻ അവർ മടി കാണിച്ചു. എന്നാൽ മഗ്ദലന മറിയവും യോസയുടെ അമ്മ മറിയയും ശലോമയും അവർക്ക് പകരം സഹനത്തിൻ്റെ പാതയിൽ യേശുവിനോടൊപ്പം നിലയുറപ്പിക്കുന്നു. ഈ 3 സ്ത്രീകൾ, these 3 women have replaced the male inner circle എന്ന് നമുക്ക് കാണാനായി സാധിക്കും. ഉയർപ്പിന് സാക്ഷിയാകുന്നതും ഉയർപ്പിൻ്റെ രഹസ്യം പുരുഷ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്നതും സ്ത്രീകളാണ്. ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തിയ രക്ഷാപദ്ധതിയുടെ തുടക്കം കന്യകമറിയം എന്ന സ്ത്രീയിൽ നിന്നുമാണ്. ഉയർപ്പ് എന്ന അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നതും മഗ്ദലന മറിയ എന്ന സ്ത്രീക്കാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ എക്കാലത്തും നിയോഗിതരാണ് സ്ത്രീകൾ. സുവിശേഷം പകരുന്ന സ്നേഹം, കരുണ, നീതി, ജീവനോടുള്ള പറ്റുമാനം തുടങ്ങിയ മൂല്യങ്ങൾ എക്കാലവും സ്വന്തം ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവരും അതിൻ്റെ സാക്ഷികളായി ചരിത്രമധ്യത്തിൽ നിലകൊള്ളുന്നതും സ്ത്രീകളാണ്.
സ്ത്രീകളായ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട സാക്ഷ്യത്തിൻ്റെ 4 തലങ്ങൾ നമ്മുടെ ധ്യാനത്തിനായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ജീവനെ പകരുന്ന സഹന വഴികളിൽ സ്ത്രീകൾ ഉയർത്തിപ്പിടിക്കുന്ന സാക്ഷ്യ ജീവിതം. ജീവനെ പകരുന്ന സഹന വഴികളിൽ സ്ത്രീകൾ ഉയർത്തിപ്പിടിക്കുന്ന സാക്ഷ്യ ജീവിതം. മനുഷ്യരുടെ സാമൂഹിക ജീവിതം പരിശോധിച്ചാൽ ജീവൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ ആൾരൂപങ്ങളാണ് സ്ത്രീകൾ എന്ന് കാണുവാൻ സാധിക്കും. മാനുഷിക മൂല്യങ്ങളുടെ സംരക്ഷകരായി വർത്തിക്കുന്നവരാണ് സ്ത്രീകൾ. സംരക്ഷണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മൗലിക ഭാവമാണ്. ഒരു ജീവന്റെ കണിക ഉള്ളിൽ ഉരുവാകുന്ന സമയം മുതൽ അതിനെ സംരക്ഷിച്ച് വളർത്തുവാൻ സ്ത്രീകൾ നൽകുന്ന അധ്വാനവും കരുതലും എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാം. ജീവന്റെ സംരക്ഷകരും അതിനെ പോറ്റി വളർത്തുന്നവരുമാണ് സ്ത്രീകൾ. മോശക്കുഞ്ഞിൻ്റെ അമ്മ യോഖബദ് ഫറവോന്റെ മരണക്കെണിയിൽ നിന്ന് എത്ര കരുതലോടെയാണ് യുക്തിപൂർവമായ വഴികളിലൂടെ സംരക്ഷിച്ച് വളർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. അവിടം കൊണ്ടും തീരുന്നതല്ല അവളുടെ സംരക്ഷണം. ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു സംരക്ഷണ കവചമായിട്ടാണ് ഓരോ സ്ത്രീയും തൻ്റെ ഭവനത്തെ സംരക്ഷിക്കുന്നത്. അവൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കിടപ്പറയിൽ നിന്ന് അടുക്കളയിലേക്ക്, കുട്ടിയുടെ സ്കൂളിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, ചന്തസ്ഥലത്തേക്ക്, പള്ളിയിലേക്ക്, എന്തിന് സ്വന്തം വിശ്രമത്തെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഈ അധ്വാനത്തെ ആരും കാര്യമാക്കാത്തപ്പോൾ പോലും അവൾ മനസ്സ് മടുക്കാതെ ഒരു ഭവനത്തിന് ആവശ്യമായതെല്ലാം ഒരുക്കി വെക്കുകയാണ്. സ്ത്രീകൾ കാണിക്കുന്ന ഈ പ്രതിബദ്ധതയിൽ പലർക്കും മനസ്സിലാകാത്ത വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ടെന്ന സത്യം നാം തിരിച്ചറിയണം. നാം ജീവിതത്തിൽ പുലർത്തുന്ന, പ്രകടിപ്പിക്കുന്ന പ്രതിബദ്ധതയാണ് വിശ്വാസത്തിൻ്റെ അളവുകോലെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളായിരിക്കും. രോഗാതുരയായ തൻ്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടിയിട്ട് ബുദ്ധിപൂർവം ഇടപെടുകയും യേശുവുമായി സംസാരിച്ച് തൻ്റെ അചഞ്ചലമായ വിശ്വാസം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന കനാന്യ സ്ത്രീയിൽ കാണുന്നത് ഈ പ്രതിബദ്ധതയാണ്. ഈ പ്രതിബദ്ധത വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഒരു മാനമായി നമ്മൾ തിരിച്ചറിയണം. ഈ ജാഗ്രത ദൈവം സ്ത്രീകളിൽ പല അളവിൽ പകർന്നിട്ടുണ്ട്. അവരുടെ സമയോചിതമായ ഇടപെടലും ജാഗ്രതയുമാണ് പല കുടുംബങ്ങളെയും തകർച്ചയിൽ നിന്ന് കരകയറ്റിയിട്ടുള്ളത്. ഈ സ്ത്രീഭാവം ദൈവികമാണ്, വിശ്വാസത്തിൽ അടിയുറച്ചതാണ്. സ്ത്രീകൾ പകരുന്ന വിലപ്പെട്ട സാക്ഷ്യവും ഇതുതന്നെയാണ്. രണ്ടാമതായി, നിർവ്യാജ സ്നേഹത്തിൻ്റെ ആളത്ത മഹിമ ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ സാക്ഷ്യം നമ്മുടെ ധ്യാന വിഷയമാകണം. നിർവ്യാജ സ്നേഹത്തിൻ്റെ ആളത്ത മഹിമ ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ സാക്ഷ്യം അത് നമ്മുടെ ധ്യാന വിഷയമാകണം. അവൻ്റെ ശരീരം എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് മഗ്ദലന മറിയ പറയുന്നുണ്ട്. 3 നാൾ കഴിഞ്ഞാൽ ഏത് ശരീരവും അഴുകും, നാറ്റം വയ്ക്കും എന്ന് അവൾക്ക് അറിയാതെയല്ല ഞാൻ അത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്നത്. അതാണ് ഒരു സ്ത്രീയുടെ ഹൃദയവും മനസ്സും. അവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാ യുക്തികളും അവർ ഉപേക്ഷിക്കും. ആ നിർവ്യാജ സ്നേഹത്തിനു മുമ്പിലാണ് യേശു പ്രത്യക്ഷമാകുന്നത്. മറിയയെ എന്ന് ആർദ്രതയോടെ യേശു അവളെ വിളിക്കുന്നത്. നിർവ്യാജ സ്നേഹം എവിടെ പ്രത്യക്ഷമാകുന്നോ അവിടെ ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെടും എന്നത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നു. സ്നേഹത്തിൻ്റെ ഊർജത്തെ ഒരു കല്ലറയ്ക്കും അടക്കി വയ്ക്കുവാൻ കഴിയില്ല എന്ന പാഠമാണ് ഉയർപ്പ് നമ്മിലേക്ക് പകരുന്നത്. സ്നേഹത്തിൻ്റെ ഊർജത്തെ ഒരു കല്ലറയ്ക്കും അടക്കി വയ്ക്കുവാൻ കഴിയില്ല. ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷിയാകാൻ എന്തുകൊണ്ടും യോഗ്യർ സ്ത്രീകളാണ് എന്ന ദൈവിക നിശ്ചയവും അതിൽ ഉണ്ട്. കാരണം നിർവ്യാജ സ്നേഹത്തിൻ്റെ സാക്ഷ്യ ഗോപുരങ്ങളാണ് സ്ത്രീകൾ. ഈ സ്നേഹഭാവത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാകാൻ നിയോഗിതരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ചിന്ത നമ്മെ ഭരിക്കണം. നമ്മെ കഠിന ഹൃദയരാക്കുന്ന ഭൗതിക ഇടപെടലുകളുടെ ഉള്ളിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്.
സ്നേഹത്തിൻ്റെ നിർവ്യാജ ഭാവത്തെ ജ്വലിപ്പിക്കുന്ന ക്രൈസ്തവ സാക്ഷ്യമാണ് ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. മൂന്നാമതായി, ശിഷ്യത്വ വഴികളിൽ സ്ത്രീകൾ പകരുന്ന സാക്ഷ്യം നമ്മുടെ ധ്യാന വിഷയമാകണം. ശിഷ്യത്വ വഴികളിൽ സ്ത്രീകൾ പകരുന്ന സാക്ഷ്യം അത് നമ്മുടെ ധ്യാന വിഷയമാകണം. യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ അതീവ ശ്രദ്ധയോടെ പിൻപറ്റുന്ന അനുഭവമാണ് ശിഷ്യത്വം. ശിഷ്യത്വം എന്നത് യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ അതീവ ശ്രദ്ധയോടുകൂടി പിൻപറ്റുന്നതാണ്. അപ്പോൾ മറ്റെല്ലാം അപ്രധാനമായി മാറും. യേശു മാത്രമേ നമ്മുടെ പ്രാധാന്യമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. ഹി എലോൺ മാറ്റേഴ്സ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉള്ളിലിരുന്ന് അമ്മയെ ഭക്ഷിച്ചു വളരുന്നത് പോലെ ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ ഭക്ഷിച്ചു വേണം വളരുവാൻ. ക്രിസ്തു ബോധ്യത്തിലേക്ക് നാം പരിവർത്തനം ചെയ്യപ്പെടണം, അഥവാ സ്നാനം ചെയ്യപ്പെടണം. ക്രിസ്തു എന്ന പൂർണ്ണ സ്നേഹത്തിൻ്റെ നിറവിലേക്കുള്ള വളർച്ചയും അതിലൂടെയുള്ള അനുദിന ജീവിതയാത്രയുമാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത്. ക്രിസ്തു എന്ന പൂർണ്ണ സ്നേഹത്തിൻ്റെ നിറവിലേക്കുള്ള വളർച്ചയും അതിലൂടെയുള്ള അനുദിന ജീവിതയാത്രയുമാണ് ക്രിസ്തീയ ശിഷ്യത്വം. യേശുവിൻ്റെ ശിഷ്യന്മാർ അത്യന്തം നിസ്സംഗത പുലർത്തുമ്പോൾ അത്യന്തം ജാഗ്രതയോടും ഉണർവോടും കൂടിയാണ് സ്ത്രീകളായ ശിഷ്യ സമൂഹം പ്രവർത്തിച്ചത്. യേശുവിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത സ്ത്രീക്ക് യേശുവിൻ്റെ സഹനത്തിൻ്റെ രഹസ്യം വായിച്ചെടുക്കുവാൻ കഴിഞ്ഞിരുന്നു. സഹനം സ്വയം സ്വീകരിച്ച യേശുവിനും സാമൂഹിക അവസ്ഥ മൂലം സഹനത്തിൽ ആണ്ടുപോയിരുന്ന സ്ത്രീക്കും പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എളുപ്പം സാധിച്ചു. കഷ്ടാനുഭവങ്ങളുടെ കലപ്പ അവരുടെ മനസ്സിലും ശരീരത്തിലും ആഴത്തിലുള്ള ചാലുകൾ സൃഷ്ടിച്ചിരുന്നു. സഹനത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ച ഒരാൾക്കേ മറ്റൊരാളുടെ സഹനം തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾക്ക് യേശു സഹിക്കാൻ പോകുന്ന ക്രൂശിൻ്റെ വേദന മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞു. Women are blessed with the ability to grasp the reality of suffering. That is why Mary grasped the incarnational mystery of Jesus Christ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളുടെ സാക്ഷ്യമേഖലകളിൽ സ്ത്രീകൾ നൽകുന്ന നേതൃത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റേണ്ടതായിട്ടുണ്ട്. അവരുടെ ആത്മാർത്ഥതയും പങ്കാളിത്തവും മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജ് എന്ന ആതുര സ്ഥാപനം പണിതുയർത്തുന്നതിൽ ഐഡാസ് കഡർ എന്ന സ്ത്രീ ജീവിതത്തിൻ്റെ ത്യാഗപൂർണമായ തലം നാം ദർശിക്കുന്നു. കൊൽക്കത്തയുടെ തെരുവീഥികളിൽ ചിതറിക്കപ്പെട്ട ജീവിതങ്ങളെ ചേർത്തുവെച്ച് നെയ്തെടുക്കുന്നതിൽ മദർ തെരേസ നൽകിയ സ്വന്തം ജീവിതത്തിൻ്റെ തേജസ്സും ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദയാഭായിയുടെ ത്യാഗനിർഭരമായ ജീവിത സാക്ഷ്യവും നമുക്ക് മാതൃകയായി നമ്മെ വെല്ലുവിളിക്കണം. ക്രൂശിൻ്റെ വഴികളിൽ ഉത്സാഹികളായി നിൽപ്പാൻ ഈ തലമുറയിൽ ഉൾപ്പെടുന്ന നമുക്കും ഇടയാകണം. നാലാമതായി, പ്രത്യാശയുടെ തിരുനാളം അണഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന സ്ത്രീ സാക്ഷ്യത്തെ നാം ധ്യാന വിഷയമാക്കണം. പ്രത്യാശയുടെ തിരുനാളം അണഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന സ്ത്രീ സാക്ഷ്യത്തെ നാം ധ്യാന വിഷയമാക്കണം. നാളിതുവരെ മനുഷ്യകുലത്തെ താങ്ങി നിർത്തിയിരുന്ന ഭൗതിക സാഹചര്യം ആകപ്പാടെ ദുർബലമാവുകയാണ്. സാമ്പത്തിക തകർച്ചയും കാലാവസ്ഥയിൽ വരുന്ന മാറ്റവും തികഞ്ഞ ആശങ്കയിലേക്കാണ് നമ്മയൊക്കെ നയിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഉൾക്കരുത്തും മനുഷ്യരിൽ അനുദിനം കുറയുകയാണ്. പ്രത്യാശ തന്നെ ഒരു പ്രതിസന്ധിയുടെ കയത്തിലായ അവസ്ഥയാണ്. നമ്മുടെയൊക്കെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ആശങ്കകൾ ഇന്ന് ദൃശ്യമാണ്. അത്യന്തം ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പോലും പ്രത്യാശയെ കൈവിടാതെ പ്രവർത്തിക്കാനുള്ള ഉൾക്കരുത്ത് സ്ത്രീകൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. യോഖബദിലും എസ്തേറിലും അബിഗയിലും കനാന്യ സ്ത്രീയിലുമെല്ലാം കാണുന്നത് ഈ ഉൾക്കരുത്താണ്. ദൈവം നിക്ഷേപിച്ച പ്രത്യാശയുടെ തിരുനാളം കെട്ടുപോകാതെ സൂക്ഷിക്കുന്നവരാണ് സ്ത്രീകൾ. അവർ ഇടപെടുന്ന എല്ലാ സാമൂഹിക ബന്ധങ്ങളിലും ഗുണപരമായ മാറ്റങ്ങൾക്കായി പരിശ്രമിക്കുകയും
പ്രത്യാശയെ പ്രകാശിപ്പിക്കും വിധമുള്ള ജീവിതശൈലി ആവിഷ്കരിക്കുവാനും ഓരോ സ്ത്രീക്കും കഴിയണം. സ്ത്രീകളുടെ ഹൃദയവും മനസ്സും യാക്കോബിൻ്റെ കിണറിനേക്കാൾ ആഴമുള്ളതാണ്. ഒരു സ്ത്രീയാണ് താൻ ദുർബലയാണ് എന്ന അപകർഷതാബോധത്തിൻ്റെ ആന്തരിക ചരടുകളെ അറുത്തുകളഞ്ഞ് ഒരു പുതിയ സ്ത്രീ ദർശനത്തിൽ വളരുവാൻ നമുക്ക് കഴിയണം. സ്ത്രീകളുടെ ഹൃദയവും മനസ്സും യാക്കോബിൻ്റെ കിണറിനേക്കാൾ ആഴമുള്ളതാണ്. ദുർബലയാണ് എന്ന അപകർഷതാബോധത്തിൻ്റെ ആന്തരിക ചരടുകളെ അറുത്തുകളഞ്ഞ് ഒരു പുതിയ സ്ത്രീ ദർശനത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. സ്ത്രീകളുടെ കഴിവും സർഗാത്മകതയും വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഇന്ന് ഏറെയാണ്. എന്നാൽ അത് യഥാവിധം തിരിച്ചറിയാതെ സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മളിൽ ഏറെയും. നാം എടുക്കുന്ന മുൻകൈയാണ് പ്രധാനം. ദുർബലരെന്ന് ലോകം കരുതിയ സ്ത്രീകളാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രഥമ സാക്ഷികൾ. ആ വലിയ പൈതൃകത്തിൻ്റെ പിൻതലമുറക്കാരായ നമ്മൾ ദൈവിക വിമോചനത്തിൻ്റെ കാലികമായ ദൗത്യത്തിൽ പങ്കുചേരാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് നമ്മിൽ വളരേണ്ടത്. ഈ വർഷത്തെ സേവികാ സംഘ ദിനാചരണം അതിനുള്ള പുതുപ്രേരണകൾ നമ്മിൽ പകരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.